ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയിട്ടുള്ളത്. സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ സാംസങ് നോട്ട് 10 പ്ലസ് 2019 ആഗസ്റ്റ് 23 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വെയ്റ്റ് 196 ഗ്രാമാണ്. ഡൈനാമിക് അമോ LED ആണ്, ടച്ച് സ്ക്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 6.8 ഇഞ്ചാണ് സ്ക്രീൻ സൈസ്. റെസൊല്യൂഷൻ 1440x3040. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗണിൻ്റെ 855 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൈക്രോ SD കാർഡ് അവൈലബിൾ ആണ്. 1 TB വരെ എക്സ്പാൻഡബിൾ ആണ്. പിന്നെ ഇതിന് മെമ്മറി 12 GB റാമാണ് വരുന്നത്. ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി 256 GB, 512 GB രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട്. രണ്ടാണെങ്കിലും 12 GB ആണ് റാം വരുന്നത്. മെയിൻ ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറകളാണ്. ഒന്ന് വൈഡും ഒന്ന് ടെലിഫോട്ടോയും. പിന്നെ ഒന്ന് അൾട്രാ വൈഡായിട്ട് 16 മെഗാ പിക്സലും വന്നിട്ടുണ്ട്. 3D ആവശ്യത്തിനുള്ള VGA ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ബാക്ക് സൈഡിൽ 4 ക്യാമറകളാണ് ഉള്ളത്. സെൽഫി ക്യാമറ 10 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണുള്ളത്. ബാക്കും ഫ്രണ്ടും ഗൊറില്ല ഗ്ലാസ് 6 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റൈലക്സ് പെൻ ഇതിനോട് കൂടെ ഉണ്ട്. മറ്റു ഫോണുകളിൽ നിന്നും തികച്ചും വിഭിന്നമായി ഒരുപാട് പ്രത്യേകതകൾ ഈ പേനക്കുണ്ട്. മറ്റ് ഫോണുകളിൽ നിന്നും കിട്ടാത്ത രൂപത്തിലുള്ള അത്തരം ഫെസിലിറ്റികൾ ഇതിൽ നിറച്ചിട്ടുണ്ട്. സ്റ്റൈലസ് പെൻ 10 മണിക്കൂർ വരെ ചാർജ് നിൽക്കുന്നതാണ്. ബ്ലൂടൂത്ത് എനാബിൾഡ് ആണ്. ഈ പ്രാവശ്യത്തിൽ വന്നിട്ടുള്ള ഈ പേനയിൽ ലിഥിയം ടൈറ്റാനേറ്റ് ഓക്സൈഡ് ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഉള്ളത്. ഒരു സ്പീക്കർ മുകളിലും ഒരു സ്പീക്കർ താഴെയുമായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. വയർലെസ് LAN, ബ്ലൂടൂത്ത്, GPS, NFC, USB മുതലായവ ഇതിലുണ്ട് അടങ്ങിയിട്ടുണ്ട്. റേഡിയോ, FM റേഡിയോ USA ആൻഡ് കാനഡ മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് ഫിംഗർ പ്രിൻ്റ് ഡിസ്പ്ലേയുടെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. അതും അൾട്രാസോണിക് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് സുരക്ഷ കൂടുതൽ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. മുൻ വേർഷൻ പോലെ തന്നെ ബാറ്ററി നോൺ റിമൂവബിളാണ്. പക്ഷേ ലിഥിയം അയൺ ബാറ്ററി 4300 mAh ഉണ്ട്. ഫാസ്റ്റ് ബാറ്ററി ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 45 വാട്ടാണ്. USB പവർ ഡെലിവറി 3.0, 15 വാട്ട് ഫാസ്റ്റ് ചാർജ് വയർലെസ് ചാർജിങ് കൂടി സപ്പോർട്ട് ചെയ്യും. കൂടാതെ മറ്റൊരു പ്രത്യേകത, ഇത് ഒരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിനോട് കൂടെയുള്ള ഗാഡ്ജറ്റോ അല്ലെങ്കിൽ വയർലെസ് മറ്റു മൊബൈലോ, മുൻ വേർഷനിലുള്ള മൊബൈലോ വയർലെസ് മൊബൈൽ ഇതിന് മുകളിൽ വെച്ചിട്ട് ഇതിൽ നിന്നും വയർലെസ് ചാർജ് ചെയ്യാവുന്ന സംവിധാനം കൂടി ഇത്തവണ ഗാലക്സി ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഗ്ലോ വൈറ്റ്, ഓരോ ബ്ലാക്ക്, ഓരോ ബ്ലൂ എന്നീ 4 കളറുകളിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. 3.1 ടൈപ്പ് C, 1.0 റിവേഴ്സിബിൾ കണക്ടർ USB ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്സെറ്റും C ടൈപ്പാണ്. ചാർജർ യൂസ് ചെയ്യുന്ന അതേ പോർട്ടിൽ വേണം യൂസ് ചെയ്യാൻ. കൂടാതെ 3.5 mm ജാക്ക് ഇതിന് അവൈലബിൾ അല്ല. 45 വാട്ടിൻ്റെ ഒരു ചാർജർ ഇതിനോട് കൂടെ ഉണ്ട്. മറ്റ് കണക്ടർ അഡാപ്റ്ററുകൾ 1-2 അഡാപ്റ്ററുകൾ ഇതിനോട് കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് കവർ ഇതിനോട് കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AKGയുടെ ഒരു ഹെഡ്സെറ്റും ഇതിനോട് കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും മികച്ച ഒരു ക്യാമറ തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായ വെച്ച് ഏറ്റവും മികച്ച ഒരു ക്യാമറ തന്നെയാണ് സാംസങ്ങിൻ്റെ നോട്ട് 10 സീരീസ്. ഇതിൽ 2 വേരിയൻറ്റ് വരുന്നുണ്ട്, നോട്ട് 10 ആൻഡ് നോട്ട് 10 പ്ലസ്. നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ളത് നോട്ട് 10 പ്ലസ് ആണ്. എന്തായാലും മറ്റ് അൺബോക്സിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മൾ നേരെ വെള്ളത്തിലിടാൻ പോവുകയാണ്. കാരണം ഇതിൽ കൊടുത്തിട്ടുണ്ട് IP68 ഡസ്റ്റ് ഓർ വാട്ടർ പ്രൂഫ് സപ്പോർട്ടഡ് ആണ്. 1.5 മീറ്റർ ആഴത്തിൽ 30 മിനിറ്റ് വരെ ഇത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1.5
മീറ്റർ ഇല്ലെങ്കിലും ഒരു 30 മിനിറ്റ് ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കമ്പനി അവകാശപ്പെടുന്നതിൽ കഴമ്പുണ്ടോ, മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഞാനിത് ഇന്ത്യയിൽ നിന്നല്ല വാങ്ങിയിട്ടുള്ളത്, ഇറാഖിലെ ബാബിലോൺ എന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ, കവറിൻ്റെ പിന്നിൽ എഴുതിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കൻ സിം കാർഡ് ഓൺലി. ഇത് ഇന്ത്യയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു സിം കാർഡ് ഇട്ട് ഇതിൽ നിന്നും ഒരു 5 മിനിറ്റെങ്കിലും കോൾ വിളിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യണം. അതിനുശേഷം നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്പം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഫോൺ ഓൺ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇട്ട് നോക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. കാരണം എല്ലാ ഭാഗത്തും വെള്ളത്തിൻ്റെ സ്പർശനം വന്നതുകൊണ്ടാവാം. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതായി കാണാം. കണ്ടോ, വെള്ളത്തിലാകുമ്പോൾ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്യാമറയും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, വെള്ളത്തിൽ വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ജസ്റ്റ് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ വെള്ളത്തിന് പുറത്തു നിന്ന് എടുത്ത് റെക്കോർഡ് ബട്ടൺ അമർത്തിയതിന് ശേഷം വെള്ളത്തിലിട്ടാലേ അത് വർക്ക് ചെയ്യുള്ളൂ. എന്തായാലും വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് അടിക്കാം. എൻ്റെ വീഡിയോ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകളുമായി വീണ്ടും വരും.